ഇത്രയും ചികിത്സയിലൊക്കെ ഇരിക്കുന്നതാണ്. ഈ 2024 നടന്ന ഒരു സംഭവം. അപ്പൊ അതിനുശേഷം നിങ്ങൾ ഈ സംഭവം നടന്നുടനെ തന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്തായിരുന്നു? ഞാൻ അന്ന് തന്നെ സ്റ്റേഷനിലും പരാതി കൊടുത്തു. അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടിയാണ് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭിന്നശേഷി 1 വർഷം ആറായി അല്ലേ? അപ്പൊ ഇതിനിടയ്ക്ക് വെച്ച് ഈ കേസ് കൊടുത്തതിൽ എന്തെങ്കിലും നടപടി ഉണ്ടായി? ഞാൻ ഭിന്നശേഷി കമ്മീഷനിലും ഈ പരാതി കൊടുത്തായിരുന്നു. അപ്പൊ ഭിന്നശേഷി കമ്മീഷനിൽ ഇതുപോലെ ഓരോ പ്രാവശ്യവും ഞാൻ ഇങ്ങനെ അതിന്റെ ഫോളോ അപ്പിന് ഇങ്ങനെ പോയി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ നിന്നും അതിന്റെ നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇങ്ങനെ നടത്തുന്നുണ്ട്. അപ്പം പക്ഷെ ഇപ്പോഴത്തെ ഭിന്നശേഷി കമ്മീഷണർ സാറ് ഹിയറിംഗ് ഒക്കെ നടത്തി ഇവന്റെ കാര്യം ഈ കേസിൽ സത്യം മനസ്സിലായതുകൊണ്ടാണ് സാർ അവിടെ നിന്നാണ് ആറ്റിങ്ങൽ സ്റ്റേഷനിൽ ഈ കേസ് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് ഉത്തരവിട്ട് അവിടെ നിന്നാണ് ഇപ്പം അവിടെ നിന്ന് ഇത് വന്നാണ് ഇപ്പം ആറ്റിങ്ങൽ സ്റ്റേഷനിൽ ഈ ദാനശീലൻ കുറ്റക്കാരനാണെന്ന് മനസ്സിലായി അയാൾക്കെതിരെ FIR ഇട്ട് കേസ് അന്വേഷിക്കാനായിട്ട്. ആദ്യം നിങ്ങൾ കേസ് കഴിഞ്ഞ വർഷം ഈ സംഭവം നടന്ന സമയത്ത് തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കേസ് വല്ല ഒത്തുതീർപ്പും കാര്യങ്ങളുമായിട്ട് മാറിയ ആദ്യം ഞാൻ ഈ 24-ാം തീയതി പരാതി കൊടുത്ത സമയത്ത് ഈ ദാനശീലൻ ഈ കൊച്ച് നഗ്നത പ്രദർശനം അങ്ങനെ എന്തോ പബ്ലിക് ന്യൂസൻസ് എന്തോ കാണിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ പരാതി കൊടുത്തെന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് വരും. ഈ കുട്ടീനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലോട്ട് മാറ്റും, അല്ലെങ്കിൽ ഈ കുട്ടിയെ ജയിലിലടയ്ക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ആ SI അന്നത്തെ ഇപ്പം ഇരുന്ന SI അല്ല, അന്ന് സജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു SI ആയിരുന്നു. ആ SI പറഞ്ഞ് ഇങ്ങനെയുള്ള കുട്ടിയുടെ പേരിൽ കേസ് വരുമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളത് ഒത്തുതീർപ്പാക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ട് അന്നൊരു പേപ്പറിൽ ഒത്തുതീർപ്പൊക്കെ ആക്കിച്ചാൽ 75% മാനസിക വൈകല്യമുള്ള ജന്മന തന്നെ ഭിന്നശേഷിക്കാരനായ അല്ലെങ്കിൽ ഒത്തിരി മാനസിക വൈകൃതങ്ങൾ കാട്ടുന്ന ഒരു കുട്ടിക്കെതിരെ എങ്ങനെ കേസെടുക്കാൻ പറ്റും? കേസെടുക്കുക, അതാണ് പറഞ്ഞത്. അത് മനസ്സിലായി വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഭിന്നശേഷി കമ്മീഷനിൽ ചെന്ന് സാറിനെ കണ്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ സാറാണ് പറഞ്ഞത് ഇത്രയും ഭിന്നശേഷി ഡിസബിലിറ്റി 75% ഡിസബിലിറ്റിയും മാനസിക ഇതുമുള്ള കുട്ടിക്കെതിരെ കേസ് വരത്തില്ല എന്നും, പിന്നെ അത് മാത്രമല്ല ഇങ്ങനെയുള്ള കേസ് വരത്തില്ല എന്നുള്ളതല്ല, ഇത്തരത്തിലുള്ള ആൾക്കാരെ അതിനെ കൃത്യമായ ഒരു ഷെൽട്ടറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ജന്മന ഭിന്നശേഷിക്കാരനായ ജനിച്ച കുട്ടിയാണ് 75%. പക്ഷേ ഈ കുഞ്ഞലമാരയിൽ നമുക്ക് കാണുമ്പോഴറിയാം ഒട്ടേറെ സമ്മാനങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട് ഈ പ്രിജിത്ത്. ഇപ്പോൾ ITയിലാണ് പഠിക്കുന്നത്. ITയിലും ഒരു ക്ലാസ് പോലും മുടങ്ങാതെ പോകുന്നുമുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഉണ്ടാകുന്ന അവനിൽ നിന്ന് ഇപ്പം ഒരു ഒറ്റ സംഭവം മാത്രമാണ് ഇതിലിപ്പോൾ ഞങ്ങൾക്കും പറയാനുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഭിന്നശേഷിക്കാരനായ ഒരല്പം മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ള